ഗാലക്സി എ എന്ന് പറഞ്ഞിട്ട് സാംസങ് വൻ രീതിയിലുള്ള ഒരു ഇവന്റും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു ഗാലക്സി എയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് കിട്ടാൻ പോകുന്നത്, അതാണ് ഈ വീഡിയോ. അപ്പോൾ S24 സീരീസ് ഒക്കെ എടുക്കാൻ പ്ലാൻ ഉള്ളവരും എടുത്തവരും AI ഫീച്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് അഡ്വാൻസ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവിടെ മേളിൽ തന്നെ അഡ്വാൻസ് ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ അഡ്വാൻസ് ഇൻ്റലിജൻസ് എന്നാണ് ഇവിടെ സാംസങ് കൊടുത്തിട്ടുള്ളത്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു ഡിവൈസിലെ മിക്ക ഒരു 90% AI ഫീച്ചേഴ്സൊക്കെ അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇത്രേ ഉള്ളൂ AI ഫീച്ചേഴ്സ്. വേഗം ഇതില്ല ഓണാക്കിയാൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി അതല്ല, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു AI ഫീച്ചേഴ്സ് കൂടാതെ തന്നെ അഡീഷണൽ ആയിട്ട് 2-3 AI ഫീച്ചേഴ്സും കൂടി വരുന്നുണ്ട്. അതാണ് ഗൂഗിളിൻ്റെ ഒരു ഇൻ്റഗ്രേഷൻ വരുന്നുണ്ട്, അതായത് ഗൂഗിളിൻ്റെ ലെൻസ്. അതിനെ ഇപ്പോൾ ഗൂഗിളും സാംസങ് കൂടി ഒരുമിച്ച് ഇപ്പോൾ വിളിക്കുന്നത് സർക്കിൾ ടു സെർച്ച് എന്നാണ്. നേരത്തെ നമ്മളത് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഗാലറിയിൽ ഏതെങ്കിലും ഫോട്ടോയോ അല്ലെങ്കിൽ ക്യാമറ കൊണ്ട് ഫോട്ടോ എടുത്തിട്ടാണ് സെർച്ച് ചെയ്യാറുള്ളത് ആ ഇമേജിനെ പറ്റി. ഇപ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സാംസങ് ഈ S24 സീരീസിൽ ആ ഒരു നാവിഗേഷൻ ബാർ ഉണ്ടല്ലോ താഴെ, അതിൽ നിങ്ങൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ഒരു പുതിയ സംഭവം ഓണായി വരും. നേരത്തെ അത് ഗൂഗിൾ അസിസ്റ്റൻ്റ് ആയിരുന്നു, അവിടെ ഇത് മാറി ഇവിടെ നമുക്കിപ്പം സർക്കിൾ ടു സെർച്ച് എന്ന് പറഞ്ഞ ആ ഒരു ഫീച്ചറാണ് വരിക. അപ്പോൾ അത് മൊത്തം ഇങ്ങനെ മിന്നിന് വരും. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ എവിടെയാണോ സെർച്ച് ചെയ്യേണ്ടത് ആ സംഭവം സർക്കിൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് താഴെ പോപ്പപ്പായിട്ട് വരും. ഈ ഒരു സംഭവം ഗൂഗിളിൻ്റെ പിക്സലിൽ പോലും ഇതുവരെ ഉണ്ടായിരുന്നില്ല, സാംസങ്ങിലായിരുന്നു. പക്ഷേ വൈകാതെ തന്നെ ഇത് പിക്സലിൽ വരും, കാരണം ഇപ്പോൾ ഓൾറെഡി പിക്സലിലേക്ക് വരാനുള്ള സെറ്റപ്പ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഗൂഗിളിൻ്റെ ഒരു കൊളാബറേഷനും കൂടി വന്നിട്ടുള്ള ഒരു AI ഫീച്ചർ എന്ന് പറയുന്നത് ജനറേറ്റീവ് വാൾപേപ്പേഴ്സ് ആണ്. നമ്മൾ പിക്സലിൻ്റെ ആ ഒരു ലോഞ്ച് ഇവന്റിലും അതിൻ്റെ പിക്സലിൻ്റെ ഒരു വീഡിയോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വേറൊന്നുമില്ല, പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറച്ച് കാറ്റഗറീസ് ഉണ്ട്. ആ കാറ്റഗറീസ് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് നമ്മളുടെ രീതിയിൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ആ ഒരു പ്രോംപ്റ്റിൽ നടത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു വാൾപേപ്പറൊക്കെ വരും. അപ്പോൾ ഈ സാംസങ് ആയതുകൊണ്ട് തന്നെ One UI നമുക്ക് പല രീതിയിൽ വാൾപേപ്പർ മാറ്റാം. അതിൽ ഏറ്റവും എളുപ്പം എന്ന് പറയുമ്പോൾ ആ ഹോം സ്ക്രീൻ ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ വാൾപേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ താഴെ വരും. അത് ക്ലിക്ക് ചെയ്തിട്ട് ചേഞ്ച് വാൾപേപ്പേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ വരും. അവിടെ സാംസങ്ങിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സും അതുപോലെ തന്നെ താഴെ ക്രിയേറ്റീവ് സെക്ഷനിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷനും കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പുതിയൊരു വിൻഡോ വരും. അവിടെ സബ് കാറ്റഗറി ആയിട്ട് കുറേ പ്രീ ഡിഫൈൻ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ വരും. അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് അത് എഡിറ്റ് ചെയ്യുമ്പോൾ, അതായത് നിങ്ങളുടെ അനുസരിച്ച് ആ ഒരു പ്രോംപ്റ്റ്സ് ഒക്കെ ആ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു വാൾപേപ്പർ അവിടെ സെറ്റ് ചെയ്ത് തരും സാംസങ്. പിന്നെ ഈ ജനറേറ്റീവ് വാൾപേപ്പേഴ്സിൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു ഫീച്ചർ കൂടി വരുത്തിയിട്ടുണ്ട്, അതാണ് ആംബിയൻറ്റ് വാൾപേപ്പർ. അപ്പോൾ ഈ ഒരു ആംബിയൻറ്റ് വാൾപേപ്പർ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വാൾപേപ്പർ സെറ്റിംഗ്സിൽ അത് കാണാൻ പറ്റില്ല. അപ്പോൾ അത് നമുക്ക് ആദ്യം എനേബിൾ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഓൺ ആവുള്ളൂ. ഓക്കെ, അതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റിംഗ്സിൽ വന്നിട്ട് അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിലേക്ക് വരാം. എന്നിട്ട് അവിടെ നിങ്ങൾക്ക് ലാബ്സ് എന്ന് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫോട്ടോ ആംബിയൻറ്റ് വാൾപേപ്പർ. അത് ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വാൾപേപ്പറിൻ്റെ സെറ്റിംഗ്സിൽ വരുമ്പോൾ പുതിയൊരു ഓപ്ഷനുകൾ വരും. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഗാലറിയിലേക്കാണ് വരാം. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഫോട്ടോയിൽ AIയുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ വാൾപേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ, ഇപ്പോൾ മഴ പെയ്യുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ മേളിൽ മഴ പെയ്യുന്ന പോലെ, അതുപോലെ തന്നെ AI തന്നെ ആ ഒരു മേളിലത്തെ ആ ഒരു ഫ്രണ്ടിൽ കിടക്കുന്ന ടെക്സ്റ്റൊക്കെ ആ ഒരു സബ്ജക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ബാക്കിൽ കൊണ്ടിടുക. പിന്നെ മഴ പെയ്യുകയാണെങ്കിൽ മഴയുടെ, അതുപോലെ തന്നെ വെയിലാണെങ്കിൽ ആ ഒരു രീതിയിൽ ആംബിയൻറ്റിനനുസരിച്ചിട്ടുള്ള വാൾപേപ്പർ നമുക്ക് ഈ ഒരു ഗാലക്സി S24 സീരീസിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അതെനിക്ക് തോന്നുന്നു പിക്സലിലെന്നാണ്. ഇനിയിപ്പോൾ പിക്സലിൽ വരുമോയെന്നും എനിക്കറിയില്ല. അപ്പോൾ പിക്സൽ യൂസേഴ്സ് ആണെങ്കിൽ ഈ ഒരു ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുക താഴെ കമൻറ്റിൽ. അപ്പോൾ ഇനി പറയാൻ പോകുന്ന ഫീച്ചേഴ്സാണ് ആ ഒരു സാംസങ്ങിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള AI ഫീച്ചേഴ്സ്. ഈ ഒരു AI ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഒരു വിധത്തിൽ മിക്ക എല്ലാ കാര്യങ്ങളും എളുപ്പമാണ്. ടൈപ്പിംഗ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ട്രാൻസ്ക്രൈബ് ആയിക്കോട്ടെ, ട്രാൻസ്ലേഷൻ ആയിക്കോട്ടെ, ഫോട്ടോ എഡിറ്റിംഗ് ആയിക്കോട്ടെ, സിമ്പിളായിട്ട് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുമ്പോൾ വോയിസ് ബേസ്ഡ് ആണ്, അതായത് കോൾ വിളിക്കുമ്പോൾ ഉള്ള ഒരു ഫീച്ചറാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ ഒരു നോട്ടിഫിക്കേഷൻ താഴേക്ക് വലിക്കാം. ഓക്കെ, താഴേക്ക് വലിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ മൈക്ക് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും ഏറ്റവും ടോപ്പിൽ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വോയിസ് ഫോക്കസ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ കാണാൻ പറ്റും. ഇത് കാണുമ്പോൾ എവിടെയോ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ കമ്പാരിസൺ നടത്തുന്നില്ല, ശരിക്കും ഒരു ക്ലൂ തരാം. ഒരു ഫേമസ് ബ്രാൻഡിൻ്റെ ഒരു ഫീച്ചറാണത്. വോയിസ് ഐസൊലേഷൻ എന്നാണ് ആ ഒരു ബ്രാൻഡ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അറിയാവുന്നവർ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നല്ല രസമായിരിക്കും. പിന്നെ കോൾ ബേസ്ഡ് ആയിട്ടുള്ള രണ്ടാമത്തെ AI ഫീച്ചർ എന്ന് പറയുന്നത് കോൾ ട്രാൻസ്ലേഷൻ ആണ്. സാംസങ്ങിൻ്റെ ആ ഒരു ഫീച്ചറിൽ വെച്ച് ഏറ്റവും ബെസ്റ്റും അതുപോലെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു AI ഫീച്ചർ എന്ന് തന്നെ പറയാം. അതൊരു ടോപ്പ് 5 വരുന്നൊരു ഫീച്ചറായിട്ട് നമുക്ക് ഇടാം. നമുക്കറിയാം, നമ്മൾ പല ആൾക്കാരായിട്ട് സംസാരിക്കും. ഇപ്പം ഇംഗ്ലീഷ് സംസാരിക്കാൻ പാടുള്ളവരുണ്ടാവും, അതുപോലെ തന്നെ പല ഭാഷകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പാടുണ്ടാവും. പറയുന്ന സമയത്ത് തന്നെ അപ്പുറത്ത് അവരുടെ ആ ഒരു ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക, അതായത് ലൈവായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു AI ഫീച്ചറാണ് ഈ ഒരു ലൈവ് ട്രാൻസ്ലേഷൻ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത് നമ്മുടെ മലയാളം അങ്ങനത്തെ ലാംഗ്വേജസ് ഒന്നുമില്ല. ഏതാണ്ട് ഒരു 17-19 ലാംഗ്വേജസ് മാത്രമാണ് ഈ ഒരു ഫീച്ചർ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഭാവിയിൽ അത് കൂടിയേക്കാം. ഓക്കെ, പിന്നെ ഇത് ട്രാൻസ്ലേഷൻ ആയതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതി തന്നെ അപ്പുറത്ത് കിട്ടണമെന്നില്ല. ഓക്കെ, ഇംഗ്ലീഷൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ നമ്മൾ മലയാളമൊക്കെ പറയുമ്പോൾ ആ ഒരു എഫക്റ്റിലും രീതിയിലൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ പാടാണ്. പക്ഷേ കുറച്ചും കൂടി നാൾ കഴിയുമ്പോൾ അത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൽ സപ്പോർട്ട് ആയിട്ടുള്ള ലാംഗ്വേജിൻ്റെ ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കാം, പോസ്റ്റ് നോക്കാം. അപ്പോൾ ഇനിയുള്ള ഫീച്ചേഴ്സൊക്കെ മെയിനായിട്ടും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളത്
റൈറ്റേഴ്സ്, അതുപോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അതുപോലെ തന്നെ കുറേ പേർക്ക് ടൈപ്പ് ചെയ്യുക, അതൊക്കെ മാനേജ് ചെയ്യുന്നവർക്കാണ്. അതായത് ഇതിനകത്തൊരു ഇൻബിൽട്ട് ആയിട്ടുള്ള റൈറ്റിംഗ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു ഫീച്ചർ വരുന്നുണ്ട്. ഈ ഒരു ഫീച്ചർ വർക്ക് ചെയ്തത് സാംസങ് കീബോർഡിൽ മാത്രമാണ്. ഓക്കെ, 90% പേര് മംഗ്ലീഷ് കീബോർഡ് യൂസ് ചെയ്യുന്നവരാണ് അല്ലേ. അപ്പം ഈ ഒരു കീബോർഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് മംഗ്ലീഷ് പെട്ടെന്ന് ടൈപ്പ് ചെയ്യാം, ഫീച്ചേഴ്സും അതുപോലെ ഉണ്ട്. പക്ഷേ ഈ ഒരു സാംസങ്ങിന്റെ ആ ഒരു റൈറ്റിംഗ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ ഫീച്ചർ നമുക്ക് കിട്ടണമെങ്കിൽ എന്തായാലും സാംസങ്ങിന്റെ ആ ഒരു കീബോർഡ് തന്നെ യൂസ് ചെയ്യണം, അല്ലാണ്ട് നിങ്ങൾക്ക് വേറെ രക്ഷയില്ല. ഓക്കെ, പിന്നെ ഒരു മെയിൻ കാര്യം പറയാനുണ്ട്, അത് വേറെ ഒന്നുമില്ല. ഇപ്പം ഈ AI ഫീച്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ചെറിയൊരു പേടി ഉണ്ടാവും, നമ്മുടെ ഈ ഡാറ്റയൊക്കെ, അതായത് കോൾ വിളിക്കുമ്പോഴും ടൈപ്പ് ചെയ്യുന്നതൊക്കെ അവരുടെ ക്ലൗഡിലാണ് പ്രോസസ്സ് ആവുന്നത്. ശരിക്കും ഇനീഷ്യലി ക്ലൗഡിലാണ് പ്രോസസ്സ് ആവുന്നത്, പക്ഷേ നിങ്ങൾക്കത് നിങ്ങളുടെ ആ ഒരു ഫോണിൽ തന്നെ ഓൺ ഡിവൈസിൽ തന്നെ പ്രോസസ്സ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. അതിനായിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ആ ഒരു അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സിന് വന്നിട്ട് അഡ്വാൻസ്ഡ് ഇന്റലിജൻസ് ക്ലിക്ക് ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രോസസ് ഡാറ്റ ഓൺ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പേടിക്കേണ്ട. സാംസങ് പറയുന്നതനുസരിച്ച് ആ ഒരു ഡിവൈസിൽ പ്രോസസ്സ് ആവുന്നൊക്കെയാണ്, എങ്കിലും നമുക്ക് അങ്ങനെ വിശ്വസിക്കാം, അതായത് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഫീച്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ പരമാവധി അത് ഓൺ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്, നിങ്ങളുടെ പ്രൈവസിക്കും അതുപോലെ തന്നെ സെക്യൂരിറ്റിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് സാംസങ്ങിൻ്റെ ആ ഒരു കീബോർഡ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ഫീച്ചർ അടിപൊളിയാണ്. അതുപോലെ തന്നെ തേർഡ് പാർട്ടി കീബോർഡൊന്നും യൂസ് ചെയ്യേണ്ടി വരില്ല ഇത് വന്നാൽ. ഓക്കെ, അതിൽ നമുക്ക് 3 സബ് ഫീച്ചേഴ്സ് ഉണ്ട്: ചാറ്റ് ട്രാൻസ്ലേഷൻ, റൈറ്റിംഗ് സ്റ്റൈല്, സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറഞ്ഞിട്ട്. ഈ ഒരു ചാറ്റ് ട്രാൻസ്ലേഷനകത്ത് നമ്മൾ അടിക്കുന്ന ആ ഒരു സംഭവം വേറൊരു ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പരിപാടി. ഓക്കെ, അത് റിയൽ ടൈമിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഓപ്ഷൻ വെച്ചിട്ട് ചെയ്യാം. പിന്നെ ഉള്ളത് റൈറ്റിംഗ് സ്റ്റൈലാണ്. നമ്മൾ ആ ഒരു കൊടുക്കുന്ന ടെസ്റ്റ് കാഷ്വൽ ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ലെവലിൽ, അല്ലെങ്കിൽ ഒരു നമ്മൾ സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന രീതിയിൽ, ആ ഒരു രീതിയിലൊക്കെ പല സ്റ്റൈൽസിൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു അടിച്ച സാധനം ഈ ഒരു ഗാലക്സി ആയി സെറ്റ് ചെയ്തത്. പിന്നെ ഉള്ളത് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമറാണ്. ഇപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത സംഭവത്തിൻ്റെ സ്പെല്ലിങ്ങോ ഗ്രാമറോ വല്ല തെറ്റുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്ത് ഫൈൻഡ് ചെയ്ത് നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതൊരു നല്ലൊരു ഫീച്ചറായിട്ട് തോന്നി. കാരണം ഇപ്പം കുറേയധികം മെസ്സേജസും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പല ഭാഷയിലും പല ആൾക്കാർക്ക് കഴിക്കുമ്പോൾ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റായിട്ട് ചിലപ്പോൾ തെറ്റാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഗ്രാമർ സ്പെല്ലിംഗ് ഒക്കെ കറക്റ്റ് ആക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത സംഭവം ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് ടൈപ്പ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് രീതിയാണ് ഇഷ്ടം ആ രീതിക്ക് നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാം. എനിക്ക് തോന്നുന്നു കുറച്ച് ലാംഗ്വേജ് മാത്രമേ ഇത് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് മലയാളത്തിൽ അത് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് താഴെ ഷെയർ ചെയ്യാം. ഇനിയിപ്പോൾ അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഒരു നോട്ട് പ്രോ ആണ്. അതായത് നിങ്ങൾ നോട്ട് ബുക്ക് എഴുതുന്നതിന് പകരം മൊത്തം ടൈപ്പ് ചെയ്ത് നോട്ടൊക്കെ ഓർഗനൈസ് ചെയ്യുന്നൊരു മെൻറ്റാലിറ്റി ഉള്ള ഒരാളാണെങ്കിൽ ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് സഹായകരമാവും. നോട്ട് അസിസ്റ്റൻറ്റ്, ഇത് സാംസങ്ങിൻ്റെ ആ ഒരു സാംസങ് നോട്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിലെന്തെങ്കിലും ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കുറേ ഇതിലും ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോപ്പി ചെയ്ത് എന്തെങ്കിലും വെച്ചെങ്കിൽ ആ ഒരു സംഭവങ്ങളൊക്കെ ഫുള്ള് നമുക്ക് എന്താ പറയുക സെലക്ട് ചെയ്തിട്ട് ആ ഒരു ചിഹ്നമുണ്ട് താഴെ, ആ ഒരു ഗാലക്സി എയുടെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ അത് നമുക്ക് സമ്മറൈസ് ചെയ്ത് തരും. ഓക്കെ, സമ്മറൈസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ബുള്ളറ്റ് പോയിൻറ്റ്സ് ആയിട്ടും അതുപോലെ തന്നെ ആ ഒരു സെഷനായിട്ടും അങ്ങനെ പാരഗ്രാഫൊക്കെ ആയിട്ട് നല്ല ബെസ്റ്റായിട്ട് അവർ എന്താ പറയുക സമ്മറൈസ് ചെയ്ത് തരും. അത് കുറേ പേർക്ക് ഉപകാരപ്പെടും. ലോങ് രീതിയിൽ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്തോ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നവർക്കൊക്കെ ബെസ്റ്റ് ആയിരിക്കും. അപ്പം മിക്കവർക്കും യൂസ്ഫുൾ ആണത് ആ ഒരു ഫീച്ചർ. ഇനിയൊരു ഫീച്ചർ ട്രാൻസ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ഫീച്ചറാണ്. ഈ ഒരു ഫീച്ചർ മെയിനായിട്ടും നമ്മളിപ്പം കുറേ ആൾക്കാരായിട്ട് സംസാരിക്കാൻ വിചാരിക്കാം, അതൊക്കെ നമുക്ക് റെക്കോർഡ് ചെയ്യണം. അപ്പം റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു ഓർഗനൈസ് ലെവലിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഫീച്ചറാണ് ഈ ഒരു ട്രാൻസ്ക്രൈബ്. ഇത് യൂസ് ചെയ്യാനായിട്ട് സാംസങ്ങിൻ്റെ ആ ഒരു വോയിസ് റെക്കോർഡർ ഓപ്പൺ ചെയ്തിട്ട് റെക്കോർഡിലേക്ക് ഇടാം. എന്നിട്ട് ഫോൺ അങ്ങ് നടുക്ക് വെക്കുക, അല്ലെങ്കിൽ ഫോൺ കാണാത്ത രീതിയിൽ എന്തെങ്കിലും എങ്ങനെയെങ്കിലും വെക്കുക. ഓക്കെ, നമ്മൾ സംസാരിക്കുന്നതും അതുപോലെ തന്നെ അപ്പുറം ആൾക്ക് സംസാരിക്കുന്നതും സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. സാംസങ് പറയുന്നത് മാക്സിമം 8 പേര് വരെ അങ്ങനെ സംസാരിക്കുന്നത് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വരെ ചെയ്യാൻ ഉദ്ദേശമുണ്ടെങ്കിൽ സുഖമാണ്. ഇതിങ്ങനെ റെക്കോർഡ് ചെയ്യുക, സംസാരിച്ച് തുടങ്ങാം. നമ്മൾ സംസാരിക്കുമ്പോഴും അപ്പുറത്താളെ സംസാരിക്കുമ്പോഴും അങ്ങനെ സ്പീക്കർ 1 സ്പീക്കർ 2 എന്നൊക്കെ പറഞ്ഞിട്ട് സെക്ഷനായിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ ഇംഗ്ലീഷൊക്കെ കറക്റ്റായിട്ട് വരും. മലയാളത്തിൽ വരുമെന്ന് എനിക്കറിയില്ല, പക്ഷേ മിക്കരും ഇംഗ്ലീഷ് ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ കൃത്യമായിട്ട് ഇത് വരുന്നുണ്ട്. ഇനിയും തീർന്നിട്ടില്ല. ഇനിയാണ് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു ഫീച്ചർ ബ്രൗസർ അസിസ്റ്റൻറ്റ്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ എന്തായാലും നിങ്ങൾ സാംസങ്ങിൻ്റെ ആ ഒരു ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ബ്രൗസർ യൂസ് ചെയ്യണം. അപ്പോൾ സാംസങ് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ്. കാരണം എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ആ ഒരു ബ്രൗസർ. ഒന്നാമത് ഒരു ബ്രൗസർ എക്സ്പീരിയൻസ്, നല്ല ബ്രൗസർ എക്സ്പീരിയൻസ് നല്ല ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം തരുന്നത്. എങ്കിലും നമുക്കിപ്പം ഈ AI ഫീച്ചർ യൂസ് ചെയ്യണമെങ്കിൽ എന്തായാലും ആ ഒരു ഇൻ്റർനെറ്റ് സാംസങ്ങിൻ്റെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിരിക്കണം, എന്നാൽ അത് പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വലിയൊരു വെബ്സൈറ്റ് ആണ്, അതിൽ മൊത്തം കാര്യങ്ങൾ നിങ്ങൾക്ക് സമ്മറൈസ് ചെയ്ത് കിട്ടണമെങ്കിൽ ആ ഒരു വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് താഴെ ആ ഒരു ഐക്കൺ ഉണ്ടാവും. ആ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫുള്ള് സമ്മറൈസ് ആയിട്ട് കിട്ടും. നമുക്ക് 2 ടൈപ്പിൽ സമ്മറൈസ് ചെയ്യാം. അതായത് സിമ്പിൾ രീതിയിലും ഡീറ്റെയിൽഡ് രീതിയിലും. ആ ഒരു അവിടെ ഒരു ഐക്കൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനും പറ്റും.
അപ്പോൾ ഇതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള രീതിയിൽ ടൈപ്പ് ചെയ്ത സംഭവങ്ങളൊക്കെ നമുക്ക് നിമിഷ നേരം കൊണ്ട് സമ്മറൈസ് ചെയ്ത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ AI സെറ്റ് ചെയ്ത് തരും. പിന്നെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും അതുപോലെ തന്നെ ഫോട്ടോ എന്തൂസിയാസ്റ്റിനൊക്കെ ബെസ്റ്റായിട്ട് വരുന്നൊരു ഫീച്ചറാണ് ഈ ഒരു ഫോട്ടോ എഡിറ്റർ. ഈ ഒരു ഫോട്ടോ എഡിറ്ററിൽ കുറേയധികം AI ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഒന്നാമത്തെ ഫീച്ചർ നമുക്കിപ്പോൾ ജനറേറ്റീവ് ഫിൽ എന്നൊക്കെ പറയുമല്ല, ജനറേറ്റീവ് ഫില്ലിൻ്റെ ഒരു അന്യൻ ആ ഒരു ടൈപ്പ് ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മളൊരു ഇമേജ് എടുത്തിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് ജനറേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു റൊട്ടേറ്റ് ചെയ്ത ഭാഗം ഒരു ബ്ലാങ്ക് ആയിരിക്കുമല്ലോ, അതൊക്കെ ഫില്ല് ചെയ്തിട്ട് വരും. പിന്നെ ഉള്ളത് ആ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുന്ന പരിപാടി, അത് നമുക്ക് ഈ ഒരു ഫീച്ചറിൽ വരും. പിന്നെ നിങ്ങളുടെ വീഡിയോസ് ഉണ്ട്, അതായത് സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ, അത് ഫ്രെയിം റേറ്റ് ഒക്കെ കുറഞ്ഞ, അതായത് 30 FPS എടുത്ത വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് സ്ലോ മോയിൽ കാണണമെങ്കിൽ വേറെ ഒന്നും ചെയ്യുന്ന ആ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ AI കുറച്ച് ഒരു 2 സെക്കൻഡ് എടുത്തിട്ട് പ്രോസസ്സ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ സ്ലോ മോഷൻ ആക്കി തരും. അപ്പോൾ ഇങ്ങനെ കുറേയധികം രീതിയിൽ AI ഈ ഒരു സാംസങ്ങിൻ്റെ S24 സീരീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാ ഫീച്ചേഴ്സും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ഫീച്ചേഴ്സാണ്. പിന്നെ നമ്മൾക്കൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ലാംഗ്വേജിനനുസരിച്ചുള്ള, അതായത് മലയാളത്തിനനുസരിച്ചിട്ടുള്ള AI ഫീച്ചേഴ്സ് ഒന്നും ഇതുവരെയും ഈ ഒരു ഗാലക്സി എയിലൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. പിന്നെ സാംസങ്ങിൻ്റെ S24ഉം S24 പ്ലസും S24 അൾട്രാനെ പറ്റി ഒന്ന് ജസ്റ്റ് ഓവർവ്യൂ പറയുകയാണെങ്കിൽ എല്ലാം നല്ല നല്ല ഫോൺ തന്നെയാണ്. പക്ഷേ ഒരു പ്രശ്നം എനിക്ക് തോന്നിയത് ഇവരുടെ ഒരു ഇവൻ്റാണ്. ഈ S24 സീരീസ് എന്നൊക്കെ പറഞ്ഞ ഒരു സീരീസ് ലോഞ്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം എന്താ പറയുക, ഒരു ഇത് വേണം. ഇപ്പോൾ ഐഫോണിനൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് എന്താ എല്ലാവരും, അതായത് ഐഫോൺ ഇഷ്ടപ്പെടാത്തവരും രണ്ടും ഒരേപോലെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒരേ സമയം ഈ ആപ്പിളിൻ്റെ ഇവന്റ് കാണാറുണ്ട്. ആ ഒരു എഫക്റ്റിലല്ല ഈ പ്രാവശ്യം സാംസങ്ങിൻ്റെ ആ ഒരു ഇവന്റ് വന്നത്. കാരണം സാംസങ്ങിൻ്റെ ഇവന്റ് നടക്കുന്നേക്കാളും മുമ്പ് തന്നെ ഈ ഒരു സാംസങ്ങിൻ്റെ പല ഡീറ്റെയിൽസ്, അതായത് ഫുൾ ഡീറ്റെയിൽസും അതിൻ്റെ ഇമേജസ് ഒക്കെ ലീക്ക് ആയി കഴിഞ്ഞിരുന്നു. പിന്നെ ഇവരുടെ ആ ഒരു ഇവന്റ് തുടങ്ങുമ്പോൾ തന്നെ വലിയ സ്റ്റേഡിയം പരിപാടിയൊക്കെയാണ്, പക്ഷേ ആ ഒരു ഇവന്റിന് ആ ഒരു ക്വാളിറ്റി തോന്നിയിട്ടില്ല. അത് നിങ്ങൾക്ക് തോന്നിയെന്ന് എനിക്കറിയില്ല. അവർ ഫസ്റ്റ് തന്നെ ആ ഒരു ഫോൺ പെട്ടെന്ന് എടുത്ത് കാണിക്കുക, പിന്നെ AI കുറേ ഫീച്ചേഴ്സ് പറയുക, പിന്നെ എക്സിനോസിൻ്റെ കാര്യം പറയുമ്പോൾ എക്സിനോസിന് മിണ്ടത്ത് പോയില്ല, വേറെ ഒക്ടോ കോർന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തൊക്കെ മിക്സ് ചെയ്തിട്ടാണ് പറയുന്നത്. പിന്നെ ഈ പ്രാവശ്യത്തെ എക്സിനോസ് 2400 അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു റെസ്പോൺസ് ആണ് മിക്ക എല്ലാ ക്രിയേറ്റേഴ്സും പറയുന്നത്. അതായത് ഗെയിമിങ്ങിന് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഒരു ഓവറോൾ പെർഫോമൻസ്, ഹീറ്റിംഗ് ഒക്കെ അത്യാവശ്യം ഉണ്ടെങ്കിലും അത് ഗെയിമിങ്ങിനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇത് വർക്ക് ആവുന്നുണ്ട്. അടിപൊളിയായിട്ടൊരു പ്രോസസ്സറാണ് 4 nm. പക്ഷേ ഇപ്പോഴും സ്നാപ്ഡ്രാഗൺ മീഡിയ ടെക്കിനൊന്നും ആ ഒരു റേഞ്ചിൽ വന്നിട്ടില്ലത്. S24 പ്ലസിലും S24ലും അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. ഇനിയിപ്പം ലോങ് ടൈമിലേക്ക് അത് എന്ത് തേങ്ങയാവുമെന്ന് എനിക്കറിയില്ല. പിന്നെ S24 അൾട്രയുടെ കാര്യം പറയുകയാണെങ്കിൽ 8 Gen 3 ആണ്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ കുറേയധികം AI ഫീച്ചേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഓവർ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് ഈ AI എടുത്തുകൊണ്ട്. ചില ഇരുണ്ട ഫോട്ടോസൊക്കെ AI കുറച്ചും കൂടി വെളുപ്പിക്കാൻ നോക്കും, പക്ഷേ അവിടെ വെളുക്കുന്നില്ല, അതിന് പകരം അത് ഇങ്ങനെ വൈറ്റിഷ് ആയി പോകുന്ന ഒരു പരിപാടി. അങ്ങനെ കുറച്ചധികം AIയുടെ ഫീച്ചേഴ്സ് ഓവർലോഡ് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ കുറേ ഇഷ്യൂസൊക്കെ എനിക്ക് ക്യാമറയിൽ തോന്നി. പിന്നെ ഇവരുടെ വീഡിയോ അത്യാവശ്യം അടിപൊളിയായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഐഫോണെ ബീറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു ഡൗൺഗ്രേഡ് ആ ഒരു 5x ഒപ്റ്റിക്കൽ സൂമിലേക്ക് ചെറുതായെന്നാണ്. പക്ഷേ ഡൗൺഗ്രേഡ് എന്ന് പറയുമ്പോൾ ഒരു സ്പെക്ക് വൈസ് നോക്കുമ്പോൾ ഡൗൺഗ്രേഡാണ്. പക്ഷേ ആ ഒരു പ്രോസസ്സിങ്ങിലേക്ക് വരുമ്പോൾ ആ ഒരു 10x-നേക്കാളും, അതായത് S23ലെ 10x-നേക്കാളും അടിപൊളിയായിട്ടുള്ളൊരു പെർഫോമൻസാണ് S24 തരുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോയുടെ മെയിൻ ഒരു ഓവറി എന്ന് പറയാനായിട്ട്. ഗാലക്സി AI ഫീച്ചേഴ്സൊക്കെ നിങ്ങൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വീഡിയോ ഒരു പ്രോപ്പർ ആയിട്ടുള്ള AI ഗൈഡായിരുന്നു വിചാരിച്ചിട്ട് AI യൂസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളുടെ ആ ഒരു ഗാലക്സി AI എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് സമയം എടുത്ത് യൂസ് ചെയ്തിട്ട് പതിയെ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ എന്തായാലും ഓക്കെ, ബൈ.